ഇന്ത്യ സഖ്യം യോഗം ചേരാൻ പോവുകയാണ്. അവരൊരു സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം ആലോചനയിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് ഉറപ്പില്ല. കാരണം മോദി ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാധ്യതകൾ ആരായണോ അതിനകത്ത് എന്തെങ്കിലും നീക്കം നടത്തണമെന്ന് ആലോചിക്കാനാണ് അവർ യോഗം ഇരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അവർ എന്താണോ എന്ത് പ്രതീക്ഷിച്ചിട്ടാണോ ഈ സംഘാടനം നടത്തിയത്, അതിനൊപ്പിച്ചുള്ള റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. മോദി എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ തോൽപ്പിക്കാൻ കഴിയുന്നതാണ്. ജനങ്ങൾക്കുള്ള അവിശ്വാസത്തെ ഞങ്ങൾക്ക് മേൽ ജനങ്ങൾക്ക് വിശ്വാസമായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതാണെന്നൊക്കെയുള്ള അവരുടെ കോൺഫിഡൻസ് കൂടിയ ഒരു സമയം കൂടിയാണ്. ഇന്ത്യ സഖ്യം അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു തുടർച്ച എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. ദൗസവൻ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചു NDA സഖ്യത്തിൻ്റെ ഈ മുന്നണിയായിട്ട് മാത്രം ഭരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, കിങ് മേക്കേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നണി രാഷ്ട്രീയത്തിൽ എല്ലാ അടവും പയറ്റിയവർ, അവരുടെ സമ്മർദ്ദത്തെ ഒന്ന് കുറയ്ക്കാൻ കൂടുതൽ കക്ഷികളെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അമിത്ഷാ ആലോചിച്ച് തുടങ്ങുന്നതൊക്കെ നാഷണൽ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോദി തന്നെ തുടരുന്ന ഒരു കാലം, അതിനകത്ത് വളരെ സ്റ്റേബിളായിട്ട് മോദി തുടരുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഇപ്പുറത്ത് എന്തുമാത്രം കരുത്തോടെ നിൽക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നു. അതിൽ കാണേണ്ട ഇന്നലത്തെ ഒരു സംഭവം നിഷാദ് എടുക്കുക. ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് മാധ്യമങ്ങൾ കാണുന്നത് ആരാണ്? രാഹുൽ ഗാന്ധി, ഖഡ്ഗയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? തോറ്റ മുന്നണിയുടെ നേതാക്കൾ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള മുന്നണിയുടെ നേതാക്കളാണ് മാധ്യമങ്ങളെ കാണുന്നത്. അത് വിചിത്രമായൊരു കാര്യമല്ലേ? മാധ്യമങ്ങൾ കാണുന്നത് മാത്രമല്ല, എന്തോ ഒരു ആത്മവിശ്വാസത്തിലാണ് ജയിച്ച മട്ടിൽ വന്നിരുന്നിട്ട് മറ്റേ ഭരണഘടനയുടെ കോപ്പിയൊക്കെ കൊണ്ടുവന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പിൽ പിറകിൽ നിൽക്കുന്ന മുന്നണിയുടെ നേതാക്കൾ ആദ്യം മാധ്യമങ്ങളെ കാണും. ശേഷമാണ് രാത്രി 8 മണിക്കാണ് ഇവർ വരുന്നത്, നരേന്ദ്രമോദിയും ടീമും വരുന്നത്. അവർ മാധ്യമങ്ങളായിട്ട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്, സ്ഥിരമായി പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. എനിവേ, അപ്പോൾ തോറ്റ മുന്നണിയുടെ അല്ല രണ്ടാം സ്ഥാനത്തുള്ള മുന്നണിയുടെ നേതാവ് ജനങ്ങളോട് ആദ്യം സംസാരിക്കുന്നു, ആത്മവിശ്വാസത്തോടെയും അത്യുത്സാഹത്തോടെയും സംസാരിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നൊരു വഴി, അതിൽ നിന്നുള്ളൊരു ഷിഫ്റ്റ് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഷിഫ്റ്റ് എന്താണ്? നമ്മുടെ ഭരണഘടന നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്, നമ്മുടെ രാജ്യം തന്നെ നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന ആധി ഈ രാജ്യം മുഴുക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ നമ്മളൊരു ചെക്ക് വെച്ചിരിക്കുകയാണ്, വളരെ ഭദ്രതയുള്ള ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ് എന്നതാണ് ഇന്നലത്തെ ഇലക്ഷൻ റിസൾട്ടിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന തോറ്റ മുന്നണിയുടെ നേതാവിന് ആഹ്ലാദത്തോടെയും ആത്മവിശ്വാസത്തോടെയും ആദ്യം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ NDA എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്. NDA എന്ന് പറഞ്ഞാൽ വളരെ ഭദ്രമായൊരു സഖ്യമല്ല, നമ്മൾ മനസ്സിലാക്കണം. ഭദ്രമായ സഖ്യമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഡൽഹിയിൽ അവിടുത്തെ 2 കക്ഷികൾ AAPയും കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കുന്നു. തൊട്ടപ്പുറത്തെ പഞ്ചാബിൽ പരസ്പരം മത്സരിക്കുന്നു. കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നു. അപ്പുറത്ത് തമിഴ്നാട്ടിൽ പരസ്പരം ഒന്നിച്ച് മത്സരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ സുഘടിതമായിട്ടുള്ള ഒരു സഖ്യമല്ല, ഒരു ഐഡിയയാണ്, ഒരു ലൂസ് ഐഡിയയാണ്. അതിനകത്ത് കുറേ പാർട്ടികളുടെ ഒരു ലൂസ് ഫ്രെയിം വർക്കാണ്. അപ്പോൾ അവർക്കാകാവുന്നിടത്തോളം അവർ ഈ തെരഞ്ഞെടുപ്പിനെ ഒന്നിച്ചത് നേരിട്ടു. ആ സന്ദർഭം ഏതാണ്? ഏറ്റവും ഹോസ്റ്റൈലായിട്ടുള്ളൊരു സന്ദർഭമാണ്. കാരണം ED ഒരു ഭാഗത്ത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മറുഭാഗത്ത്, കോടതികൾ, കേസുകൾ, ഈവൻ ഇലക്ഷൻ കമ്മീഷൻ പോലും, അങ്ങനെയുള്ള ഏറ്റവും ഹോസ്റ്റൈലായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഇവർ ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതേക്കാൾ കൂടുതൽ അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഭാവിയെ അത് കൂടുതൽ വികസിക്കും, കൂടുതൽ ഭദ്രതയും കൂടുതൽ വികാസവും അതിനുണ്ടാവും എന്നാണ് ഞാൻ കാണുന്നത്. അതിലൊരു ഭദ്രതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരു ഘടകം ബംഗാളായിരുന്നു. ബംഗാളിൽ മമതയും അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് ലീഡർഷിപ്പും തമ്മിലുള്ള ഫ്രിക്ഷൻ. കോൺഗ്രസ്സിന് അവിടുന്ന് ഒരു സീറ്റും ഒരു MP ഇല്ലാതായതോടുകൂടി ആ പ്രശ്നവും തീർന്നു. മമതയ്ക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ മുന്നണിയായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും. ഇനി മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളും പ്രധാനമാണ്. മഹാരാഷ്ട്ര നമ്മൾ UP കഴിഞ്ഞാൽ 2ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. അവിടെ NCPയിൽ നിന്ന് ഔദ്യോഗികം അല്ലെങ്കിൽ അജിത് പവാറിൻ്റെ NCP എന്ന ഒരാളാണ് ജയിക്കുന്നത്. അങ്ങേര് ഇപ്പോൾ തന്നെ
തിരിച്ച് ശരത് പവാർ ക്യാമ്പിലേക്ക് വരുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ശിവസേനയിലെ MLA-മാർ, BJP-യോടൊപ്പമുള്ള ശിവസേനയുടെ MLA-മാരും ഉദ്ധവിൻ്റെ കൂടെ വരുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു റീ അലൈൻമെൻറ്റ് നിശ്ചയമായിട്ടും ഉണ്ടാവും. ഫഡ്നാവിസ് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നോക്കൂ, അടുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ വർഷം തന്നെയാണ്. മഹാരാഷ്ട്രയിലെയും ഈ വർഷം ഒടുവിലാണ് വരുന്നത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ വരും. ഈ 2 അസംബ്ലി തെരഞ്ഞെടുപ്പുകളും വളരെ നിർണായകമാണ്. ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ നിശ്ചയമായും ഈ പറയുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാവുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാവുന്നത് തിരഞ്ഞെടുപ്പായിരിക്കും. അപ്പോൾ നേരത്തെ ഉള്ളതുപോലെയല്ല. നേരത്തെ നോക്കൂ, നരേന്ദ്രമോദി ഭരിക്കുന്നു, അമിത്ഷാ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു, അതിനനുസരിച്ച് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെയല്ല സംഭവിക്കുക. അത് ഇന്ത്യ മുന്നണിയുടെ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരിക്കും വരാനിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തുകൊണ്ട് ഇത് സാധിച്ചു വെച്ചപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അതിലേറ്റവും മേജർ പ്ലെയർ എന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് നമുക്കറിയാം ഒരു കാലത്ത് ഒറ്റക്കക്ഷി ഒരു കാലത്തല്ല ദീർഘകാലം ഭരിച്ചതാണ്. അപ്പോൾ എവിടെ വെച്ചാണ് കോൺഗ്രസ്സിന് അവരുടെ ഈ ശേഷി നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ കോർ കോൺസ്റ്റിറ്റ്യുവൻസിയെ അവർ മറന്നു തുടങ്ങിയത് മുതലാണ്. എന്തായിരുന്നു അവരുടെ കോർ കോൺസ്റ്റിറ്റ്യുവൻസി? അത് ഇന്ത്യയിലെ OBC, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ ദലിത് വിഭാഗങ്ങൾ. ഇന്ത്യൻ ജനതയിൽ 80% വരുന്ന ജനവിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമായിരുന്നു അത്. അങ്ങനെ ആയിരിക്കെ തന്നെ അതിൻ്റെ ലീഡർഷിപ്പ് സവർണ്ണ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു മഹാഭൂരിപക്ഷവും. അപ്പോൾ ഈ മനുഷ്യരെ ശരിയാം വിധം റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ, അവരോട് എൻഗേജ് ചെയ്യുന്നതിൽ അവർ പല സന്ദർഭത്തിലും സ്ലിപ്പാവുന്നു. ആ സ്ലിപ്പാവുന്നതിനനുസരിച്ച് ആ ഇടങ്ങളിലേക്ക് ഈ പറയുന്ന BJP കയറി വന്നു. BJP കയറി വന്ന് അവരൊരു അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസ് BJP ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ കോൺഗ്രസ് 2 സ്റ്റെപ്പ് പിന്നോട്ട് വെക്കുന്നു. ആ ഒരു രാഷ്ട്രീയമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കളിച്ചത്. അതിനാണ് നമ്മൾ സോഫ്റ്റ് ഹിന്ദുത്വം എന്നോ ഇതൊക്കെ പറയുന്നത്. പക്ഷെ അത് അബദ്ധമായിരുന്നു. അതല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് തിരിച്ചറിഞ്ഞൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു റെവല്യൂഷൻ, ഒരു പരിണാമം ശ്രദ്ധിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാവും. ആ പരിണാമത്തിലാണ് ഈ കാസ്റ്റ് സെൻസസ് എന്നൊക്കെയുള്ള ആശയങ്ങൾ. ഇന്നലത്തെ പത്രസമ്മേളനത്തിലും അദ്ദേഹം കാസ്റ്റ് സെൻസസിനെ കുറിച്ച് പറഞ്ഞു, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ അറിയുവാനും കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോം എവിടെയാണ്, കോൺഗ്രസിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി എവിടെയാണ് എന്ന് അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഉണർന്നു വന്നത്, അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടായത്. പക്ഷേ അതിന് ആ ഒരു ആശയത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ആശയപരമായി ഈ ഒരു വ്യക്തതയും കൂടുതലായി ഉണ്ടായി വരേണ്ട, അല്ലെ വരുന്നൊരു കാലമായിരിക്കും. അങ്ങനെ ഉണ്ടായി വന്നാൽ നിശ്ചയമായും അതിന് ഭാവിയുണ്ട്. കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് അതെങ്ങനെ നിന്നോ ആ ഒരു അവസ്ഥയിലേക്ക്, ഒരുപക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ടു. കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് അത് സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ കേരളത്തിൽ മാത്രമാണ് സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നത്, മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ. അപ്പോൾ അതിന് പുറത്ത്, കേരളത്തിന് പുറത്ത് ഇത്തരം കോലീഷൻ പൊളിറ്റിക്സ് എന്നത് അവർ പ്രാക്ടീസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണെന്ന് തിരിച്ചറിയുകയും ഈ കോലീഷൻ പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നൊരു കോൺഗ്രസ് നേരത്തെയുള്ള കോൺഗ്രസിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടൊരു കോൺഗ്രസ് ആയിരിക്കും. അതിലേക്ക് വളരുന്ന ഒരു ഘട്ടമാണ് വരാൻ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, രാജിംസ് എന്താണ് തോന്നുന്നത്? ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അതിന് ഇപ്പോൾ കാണുന്ന ഒരു ആവേശത്തിന് തുടർച്ച ഉറപ്പാക്കാൻ പറ്റുമോ, അതോ അതിന് കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ കാത്തിരിപ്പുണ്ടോ? ഒരു പാർട്ടി തകർന്നു കഴിഞ്ഞാൽ റിവാമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റിവാമ്പ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷനിൽ പോലും അല്ല കോൺഗ്രസ് ഉണ്ടായിരുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അതായത് UPA എന്ന ഒരു ആശയം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? UPA എന്ന ആശയം ഉണ്ടാകുന്നത് 5 വർഷം നീണ്ട BJP ഭരണത്തിന് ശേഷമാണ്. അപ്പോൾ 5 വർഷം നീണ്ടു നിന്ന BJP ഭരണത്തിന് ശേഷം ഒരുപാട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു. മധ്യപ്രദേശ്, അതുപോലെ ഗുജറാത്തിൽ കഴിഞ്ഞ 30-35 വർഷമായിട്ട് അവരില്ല. അങ്ങനെ പല പ്രധാന യുപിയിൽ നിന്ന് 3-4 പതിറ്റാണ്ടായിട്ട് അവർ പുറത്താണ്. രാജസ്ഥാനിൽ BJP വരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഹിന്ദി കൗബെൽറ്റിൽ നിന്ന് കോൺഗ്രസിനെ മാറ്റപ്പെട്ടതിന് ശേഷമാണ് UPA എന്നൊരു സങ്കല്പത്തെക്കുറിച്ച്, കോalition പൊളിറ്റിക്സിനെ കുറിച്ച് കോൺഗ്രസ് ആലോചിക്കുന്നത് തന്നെ. പക്ഷെ അത് വിജയകരമായിരുന്നു എന്ന് മാത്രമല്ല, അതിന് ആ UPA 1-2 ഞാൻ വ്യക്തിപരമായി പറയുക, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സർക്കാർ എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് സർക്കാരുകളായിരുന്നു, 1-2 സർക്കാരുകളായിരുന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് പറയുക. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് ഇന്ത്യയുടെ പൾസ് അറിയുന്ന രീതിയിലുള്ള, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു നാഷണൽ അഡ്വൈസറി കൗൺസിൽ ഉണ്ടായിരുന്നു 1-2 UPA സർക്കാരുകളുടെ കാലത്ത്. ഈ നാഷണൽ അഡ്വൈസറി കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നറിയാം?
ഇന്ന് നമ്മൾ ആളോട് പറഞ്ഞ് വിശ്വസിക്കില്ല. ഇന്നും അർബൻ നക്സലുകൾ എന്ന് പറയുന്ന ആളുകൾ, അതായത് ഇന്ന് ജയിലിൽ കിടക്കുന്ന ആളുകളാണ്. അരുണ റോയ് മുതൽ ഉള്ള ആളുകളാണ് അന്ന് ഉണ്ടായിരുന്നവർ. അതായത് അവരിൽ നിന്ന് അവരാരാണ്? അവർ രാജ്യത്തെ ഗ്രാമങ്ങളിൽ, ഇപ്പോൾ അരുണ റോയിയെ സംബന്ധിച്ച് അരുണ റോയ് ആണ് ഈ മനരേഖയുടെ ഉപജ്ഞാതാവ് അരുണ റോയ് ആണ്. അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉപജ്ഞാതാവ്. നമ്മൾ പറയും മൻമോഹൻ സിംഗ് ആണ്, സോണിയാഗാന്ധിയാണെന്ന് പറയുമ്പോഴും അരുണ റോയിയുടെ ആവശ്യം അത് കേൾക്കാനും അവരെ നാഷണൽ അഡ്വൈസറി കൗൺസിലേക്ക് കൊണ്ടുപോകാനും സോണിയാഗാന്ധി എടുത്തൊരു വിസ്റ്റം ഉണ്ട്. ആ വിസ്റ്റം കൊണ്ടാണ് അത് ഉണ്ടായത്. അതായത് രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മണ്ണിൽ പണിയെടുക്കുന്ന ആക്ടിവിസ്റ്റുകൾ, ജനങ്ങളുടെ പൾസ് അറിയുന്ന ആളുകളെ കേൾക്കുക, അവരിൽ നിന്ന് പോളിസി ഉണ്ടാക്കുക. അതൊരു ചെറിയ ഗവേണൻസ് അല്ല. അത് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിമാർക്കും സാധിക്കാത്ത ഒന്നാണത്. അത് സോണിയാഗാന്ധിയുടെ ഒരു വിസിറ്റാണ്. മൻമോഹൻ സിംഗിൻ്റെ മാത്രമല്ല, സോണിയാഗാന്ധിയുടെ വിസിറ്റാണ്. ചെയർപേഴ്സൺ ആയിരുന്നു. അവർ UPA ചെയർപേഴ്സൺ ആയിരുന്നു. അതിൻ്റെ നാഷണൽ അഡ്വൈസറി കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഈ സർക്കാരുകൾക്ക് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റം, ആ മാറ്റം നമ്മൾ കാണാതിരിക്കരുത്. സോഷ്യൽ മീഡിയയുടെ കടന്നുവരവാണ്. വാട്സപ്പും ഫേസ്ബുക്കും രാജ്യത്ത് വ്യാപകമാവുകയും നുണപ്രചാരണം വർദ്ധിക്കുകയും കോൺഗ്രസിനെതിരെ തെറ്റായ വാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയും ആ പാർട്ടി വേരോടെ പിഴുതെറിയപ്പെടുകയും ചെയ്തുകൊണ്ടാണ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. ആ ഡാമേജ്, ഈ 2014 കോൺഗ്രസ് വന്ന ഡാമേജ് 1999 വാജ്പേയി വരുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജിനേക്കാൾ വലുതാണ്. ആ വലുതാണെന്ന് പറയാൻ കാരണം, ഒന്ന്, പാർട്ടി തന്നെ ക്ഷയിച്ചു പോവുകയും പിന്നീട് തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് പിഴുതുമാറ്റപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ 10 വർഷവും എന്താണ് തങ്ങൾക്ക് സംഭവിച്ചതെന്ന് കോൺഗ്രസ് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എവിടെ നിന്നാണ് നമ്മൾ വേര് പറിക്കപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പ് തന്നെ എടുക്കുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ബാക്കി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ യു പിയിൽ കോൺഗ്രസ് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ സമാജ്വാദി പാർട്ടി ഉള്ളത് കൊണ്ടുകൂടിയാണ് കോൺഗ്രസിന് ആ നേട്ടം ഉണ്ടാകുന്നത്. പക്ഷേ മഹാരാഷ്ട്രയിൽ അങ്ങനെയല്ല. മഹാരാഷ്ട്രയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള ഈ മഹാവികാസ് അഘാടി പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. 17 സീറ്റിലാണ് അവർ മത്സരിച്ചത്, 13 ജയിച്ചു. 21 സ്ഥലത്താണ് ഉദ്ധവ് താക്കറയുടെ മറ്റേ ശിവസേന മത്സരിച്ചത്. പക്ഷേ അവർക്ക് അത്ര സ്ട്രൈക്ക് റേറ്റ് ഇല്ല. 11 സീറ്റിലാണ് അവർ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയായി കോൺഗ്രസ് അവിടെ മാറുകയാണ്. അതിനർത്ഥം കോൺഗ്രസ് അവിടെ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ആളുകൾ കോൺഗ്രസിനായിട്ട് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും സ്പോയിലേഴ്സ് ഉണ്ടായിട്ടില്ല എന്നല്ല. ഇപ്പോൾ ഔറംഗാബാദ് എന്ന് പറഞ്ഞ ലോക്സഭാ സീറ്റ്, അവിടെ 2ാം സ്ഥാനത്ത്, അവിടെ BJP ആണ് ജയിച്ചത് ഔറംഗാബാദിൽ. അവിടെ 2ാം സ്ഥാനത്ത് വരുന്നത് ഉവൈസിയുടെ പാർട്ടിയാണ്. അവരടുത്ത സിറ്റിംഗ് MP ഉവൈസിയുടെ പാർട്ടി. MP ഇല്ലല്ലോ. ഉണ്ടോ? ഇംതിയാസ് ജലീൽ, അദ്ദേഹമാണ് 2ാം സ്ഥാനത്ത് വരുന്നത്. അപ്പം അവിടെ തോൽക്കുന്നത് ശിവസേനയാണ് തോൽക്കുന്നത്. 3ാം സ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചില സ്പോയിലേഴ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ മഹാവികാസ് അഘാടി ഒരു കരുത്തുറ്റ സഖ്യമായി മാറിയും കോൺഗ്രസ്സാണ് അവിടെ റിവാമ്പ് ചെയ്ത് വരുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മധ്യപ്രദേശ് എടുക്കുക. മധ്യപ്രദേശിൽ 10-15 വർഷമായിട്ട് അവർ അധികാരത്തിലില്ലാത്തവരാണ്. കോൺഗ്രസ് അധികാരത്തിലില്ല. ഗുജറാത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ മധ്യപ്രദേശിൽ സംഭവിക്കുകയാണ്. UP നേരത്തെ സംഭവിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ മധ്യപ്രദേശിൽ നമ്മൾ അതിൻ്റെ വോട്ട് പെർസെൻറ്റേജൊക്കെ മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനോട് വോട്ട് പെർസെൻറ്റേജ് പക്ഷേ ജയിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഗുജറാത്തിലുണ്ട്. ഗുജറാത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കോൺഗ്രസ് അധികാരത്തിന് വെളിയിലാണ്. ആ അധികാരത്തിന് വെളിയിലായിരിക്കെ തന്നെ ഒരു 35% വോട്ട് നിലനിർത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. അത് നിലനിർത്തുന്നുണ്ടല്ലോ, അവർ അധികാരമില്ലാതെ തന്നെ നിലനിർത്തുന്നുണ്ട്. പക്ഷേ മധ്യപ്രദേശിൽ എന്താണ് സംഭവിക്കുന്നത്? മധ്യപ്രദേശിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് അവിടെ സീറ്റ് നേടേണ്ടത് എന്ന ട്രിക്ക് അവർക്കറിയില്ല. അവിടെയുള്ളത് ഈ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള കുറേ പ്രായം ചെന്ന നേതാക്കന്മാരാണ്. അതിനർത്ഥം അവർക്ക് അണികളില്ല, നേതാക്കൾ മാത്രമുള്ള ഒരു പാർട്ടിയാവുകയും അണികളില്ലാണ്ടാവുകയും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ രാജസ്ഥാനിൽ അവർക്ക് ഇത്തവണ നേട്ടമുണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവരുടെ പ്രശ്നം എന്ന് അവർ തിരിച്ചറിയും. അത് തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് കോൺഗ്രസിനെ പരിവർത്തിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആശയം മാത്രം പോരാ. അതായത് ഈ പറയുന്ന വോട്ട് ബാങ്ക് ഏതാണെന്ന് കണ്ടെത്തുക, അവരോട് സംസാരിക്കുക എന്ന് മാത്രം പോരാ. സ്നേഹത്തിൻ്റെ കട തുറന്നാൽ മാത്രം പോരാ. ആ കടയിലേക്ക് ആളെ കൊണ്ടുവരണം, അതിന് പരസ്യം ചെയ്യണം, ആളെ കൊണ്ടുവന്ന് സാധനം വാങ്ങിപ്പിക്കണം. ആ പണിയെടുക്കാൻ ഗ്രൗണ്ടിൽ ആളുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനൊരു മാറ്റം കോൺഗ്രസ്സിന് വന്നാൽ മാത്രമാണ് അവർ അധികാരത്തിലേക്ക് എത്തുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ഒരു ആശ്വാസ തോൽവി എന്നൊക്കെ പറയുന്നത്, ആശ്വാസ ജയം എന്ന് പറയുന്ന പോലെ ഒരു ആശ്വാസ തോൽവിയായി ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നേ ഉള്ളൂ. ആ ഒരു അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ്സിന് ലഭിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇനി കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു ഇന്ത്യ അല്ല ഉണ്ടാവുക, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി ഭരിക്കുന്ന ഒരു ഇന്ത്യ ഉണ്ടാവുക. അതായിരിക്കും കുറെ കൂടി സൗന്ദര്യം, അതായിരിക്കും കുറെ കൂടി ഡെമോക്രാറ്റിക് എന്ന് പറയാവുന്നത്, ജനാധിപത്യപരമാവുന്നത്. അതായിരിക്കും കുറെ കൂടി ഇൻക്ലൂസീവായിട്ടുള്ള, ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു വാക്ക് ഇൻക്ലൂസീവ്നെസ് എന്നാണല്ലോ. അങ്ങനെ ഒരു ഇൻക്ലൂസീവ് മുന്നണി രാഷ്ട്രീയത്തിലേക്ക്
ഈ ഇന്ത്യ മുന്നണി പരിവർത്തിപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ അവർ അധികാരത്തിൽ വരുമായിരിക്കും. അങ്ങനെ വീണ്ടും രാജ്യത്ത് ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഈ ഒറ്റ മുന്നണി ഭരണം അല്ല ഒറ്റ പാർട്ടി ഭരണം എന്നുള്ളത് എത്രമാത്രം അപകടകരമാണെന്ന് ഒരു കാലത്ത് കോൺഗ്രസ് തെളിയിച്ചിട്ടുണ്ട്, പിന്നീട് BJP അത് തെളിയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇന്ത്യൻ ജനത കൂടി പാഠം പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അതാണ്.